നമസ്കാരം. ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. ഇംഗ്ലീഷ് ഗ്രാമർ പ്രയാസമായി തോന്നുന്നവർക്കും രക്ഷാകർത്താർക്കും, പ്രത്യേകിച്ച് കുട്ടികളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്നും അറിയില്ല, അങ്ങനെയുള്ള രക്ഷാകർത്താക്കൾ, ഇംഗ്ലീഷ് അറിയാൻ താല്പര്യമുള്ള, ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ, ഇവർക്കെല്ലാം വേണ്ടിയാണ് മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന, വിശദമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ വിശദമായി ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇംഗ്ലീഷ് ഗ്രാമർ ചർച്ചാവേദിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 16ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ക്യാൻ, കുഡ് എന്നീ മോഡൽ ഓക്സിലറി വെർബുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനെക്കുറിച്ച് കൂടുതൽ കമന്റ്സ് ഒന്നും കണ്ടില്ല. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു, ഞാൻ പലപ്പോഴും സഹായക്രിയകൾ എന്ന് പറഞ്ഞത് അത് മലയാളത്തിൽ തെറ്റാണ്, സഹായക ക്രിയകൾ എന്ന് തന്നെ പറയണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഞാനത് പൂർണ്ണ മനസ്സാലെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഞാൻ അപ്പോഴാണ് ഓർമ്മിച്ചത്, ചെറിയ ക്ലാസ്സിൽ ഞാൻ പഠിച്ച സെൻട്രൽ യു പി സ്കൂളിൽ മലയാളം അധ്യാപികയായ എൻ്റെ മുത്തശ്ശി കൂടിയായ മാധവിക്കുട്ടി ടീച്ചർ പറഞ്ഞത് ഓർമ്മയുണ്ട്. സഹായക ക്രിയ തന്നെയാണ്. ഞാൻ പെട്ടെന്ന് ആ ഒരു മറന്നുപോയതാണ്, ക്ഷമിക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ട് സഹായക ക്രിയ എന്ന് തന്നെ പ്രേക്ഷകർ അത് മനസ്സിലാക്കണം എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നമുക്ക് മേ, മൈറ്റ് എന്നീ രൂപങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഈ മോഡൽ ഓക്സിലറി വെർബ് എപ്പോഴാണ് യൂസ് ചെയ്യുക? മേ, മൈറ്റ്. മേ എന്നുള്ളത് പ്രസന്റ് ഫോമും മൈറ്റ് എന്നുള്ളത് പാസ്റ്റ് ഫോമുമാണ് നമുക്കറിയാം. ഇവ രണ്ടും പ്രധാനമായിട്ട് ഒരു അനുവാദം ചോദിക്കൽ, അനുവാദം കൊടുക്കൽ, ഒരു സാധ്യത, പ്രസന്റിലെ സാധ്യത, പാസ്റ്റിലെ സാധ്യത, സാധ്യതകൾ തന്നെ പല വേർഷനിലുണ്ടല്ലോ, പല രീതികളിലുണ്ടല്ലോ. ഏകദേശ സാധ്യത, കുറെ കൂടി ഉയർന്ന സാധ്യത, അങ്ങേയറ്റം ഉയർന്ന സാധ്യത. അത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു. അങ്ങേയറ്റം ഉയർന്ന സാധ്യതയിൽ ക്യാൻ എന്ന് ഉപയോഗിക്കുമെന്ന്. മഴയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, ക്യാൻ. ഇന്ന് നമുക്ക് മേയും മൈറ്റും തമ്മിൽ ഉള്ള വ്യത്യാസവും അവ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നിവയുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം സാധ്യതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. മേ എന്നുള്ളത് ഒരു സാധ്യത, 50% സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് നമ്മൾ മേ ആണ് ഉപയോഗിക്കാറുള്ളത്. 50% താഴെ സാധ്യത, വിദൂര സാധ്യതയാണ് അതിന് നമ്മൾ കാണിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് പ്രോബബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. വിദൂര സാധ്യതയുള്ളതിന് നമ്മൾ മൈറ്റ് എന്നും പറയാറുണ്ട്. മേക്ക് ഒരു ഉദാഹരണം പരിശോധിക്കാം. ഇറ്റ് മേ റെയിൻ ഡ്യൂറിംഗ് ദ വർക്ക്ഷോപ്പ് ഇൻ നെയ്യാറ്റിങ്കര. നെയ്യാറ്റിങ്കരയിൽ വെച്ച് നമ്മൾ ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്ന വർക്ക്ഷോപ്പിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മോർ ദാൻ 50% മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറയുമ്പോൾ വിദൂര സാധ്യത, മഴ പെയ്യില്ല എന്നാലും ഒരു സാധ്യത കാണുന്നുണ്ട് എന്ന അർത്ഥം മാത്രമേ മൈറ്റിന് വരുന്നുള്ളൂ. The students might struggle with models if not practiced. നന്നായി പരിശീലനം നടത്തിയില്ലെങ്കിൽ മോഡൽസ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബ്സ് യൂസ് ചെയ്യുന്നതിൽ കുട്ടികൾക്ക് പ്രയാസം നേരിട്ടേക്കാം. വിദൂര സാധ്യതയാണ്. ഒരു സാധ്യത, ഒരുപാട് സാധ്യതകളുണ്ട്, അതിലൊരു സാധ്യത മാത്രമാണ് എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ മൈറ്റ് ഉപയോഗിച്ചത്. പിന്നെ മേ യൂസ് ചെയ്യുന്നത് ഒരു ഫോർമൽ പെർമിഷൻ. You may use black ink in the examinations. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ബ്ലാക്ക് ഇങ്ക് ഉപയോഗിക്കാം. അനുവാദം കൊടുക്കുകയാണ്, ഒരു ഫോർമൽ ആയിട്ടുള്ള അനുവാദം കൊടുക്കുക. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് മേ ഉപയോഗിക്കാം. You may wear colored dress on your birthdays at school. നിങ്ങളുടെ ബർത്ത്ഡേ ഉള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ കളർ ഡ്രസ് സ്കൂളിൽ ഉപയോഗിക്കാം, ഗിവിങ് എ ഫോർമൽ പെർമിഷൻ. ഈ രീതിയിലൊക്കെയാണ് സാധാരണ മേ
പെർമിഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ദെൻ മോർ ഇമ്പോർട്ടൻറ്റ്, ആസ്കിങ് പെർമിഷൻ, പെർമിഷൻ ചോദിക്കുക. നമുക്കെല്ലാം പരിചയമുള്ള ഒരു എക്സാമ്പിളാണ് മേ ഐ കം ഇൻ ടീച്ചർ, ഞാൻ എൻ്റെ ക്ലാസ്സിൽ കയറിക്കോട്ടെ, ഞാൻ എൻ്റെ ക്ലാസ്സിൽ കയറിക്കോട്ടെ എന്ന അർത്ഥത്തിലാണ് മേ ഐ കം ഇൻ ടീച്ചർ, ടീച്ചർ യെസ് കം ഇൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണിത്. അത് ഈ സമയത്ത് മേ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. എൻ്റെ ക്ലാസ്, എനിക്ക് വേണ്ടിയുള്ള ബെഞ്ചും ഡെസ്കും എനിക്കുള്ള സ്പേസ് അവിടെ വിട്ടിട്ടുണ്ട്, ഇത് എൻ്റെ ക്ലാസ്സാണ്. അപ്പൊ അവിടത്തേക്ക് ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ടീച്ചർ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. അതർവൈസ് ഞാൻ അവിടെ നേരെ കയറിയിരിക്കുമായിരുന്നു. അപ്പൊ സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ടീച്ചറിനോട് മാന്യമായിട്ടൊരു പെർമിഷൻ ചോദിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മേ ഉദ്ദേശിച്ചത്. അതേ സമയത്ത് മറ്റൊരു ക്ലാസ്സിലേക്കാണ് നമ്മൾ കയറി പോകുന്നതെങ്കിൽ ആ നമുക്ക് അവിടെ പ്രവേശനമില്ല, എൻ്റെ ക്ലാസ് അല്ല, എനിക്ക് വേണ്ടി അവിടെ സീറ്റ് ഇല്ല, അങ്ങനെയുള്ള സമയത്താണെങ്കിൽ ഞാൻ കാൻ ഐ കം ഇൻ ടീച്ചർ എന്ന് തന്നെ ചോദിക്കണം. എനിക്ക് അവിടെ പ്രവേശിക്കാമോ, ഞാൻ അകത്തൊരു വരട്ടെയോ എന്ന്. ക്ലിയർ ആയല്ലോ? അതായത് എനിക്ക് അവിടെ ക്ലാസ് ഉണ്ട്, എൻ്റെ ക്ലാസ് ആണ്, ഐ ഹാവ് ആൻ അതോറിറ്റി ഓർ ഐ ഹാവ് എ റൈറ്റ്, ഒരു അവകാശം എനിക്ക് അവിടെ ഉണ്ട് എന്ന് മേ കൊണ്ട് ഉദ്ദേശിക്കുന്നു. ക്യാൻ കൊണ്ട് അതല്ല, നമ്മൾ ശരിക്കും ഫോർമലായിട്ടുള്ള റിക്വസ്റ്റ് ചോദിക്കുക ചെയ്യുന്നു, ഞാൻ അവിടെ അങ്ങോട്ട് കയറിക്കോട്ടെ, എനിക്ക് പ്രവേശനമുണ്ടോ എന്നർത്ഥത്തിലാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് ധരിച്ചിരിക്കണം. അതുപോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് കണ്ടില്ല. കാണാത്ത സമയത്ത് നമ്മൾ ആകെ കുഴങ്ങിയിരിക്കുക, ആരോട് ചോദിക്കുന്നു. അപ്പോൾ ഒരു യൂണിഫോമിൽ, സൂപ്പർ മാർക്കറ്റ് യൂണിഫോമിൽ ഒരാൾ വന്ന് ചോദിക്കുന്നു, മേ ഹെൽപ്പ് യു? ചോദിച്ചാൽ നമ്മൾ പറയും ഓഫ് കോഴ്സ് പ്ലീസ്, അല്ലേ? കാരണം നമുക്കറിയാം അയാൾ സൂപ്പർ മാർക്കറ്റ് ഉദ്യോഗസ്ഥനാണ്, അയാളുടെ ഡ്യൂട്ടിയാണ് അത് എന്നറിയാം. അതേ സമയത്ത് മറ്റൊരാൾ കൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചാൽ നമുക്ക് അപ്പോഴേ ഉടനെ വ്യക്തമാകും അയാൾ സൂപ്പർ മാർക്കറ്റ് ഉദ്യോഗസ്ഥനല്ല, നമ്മളെ സഹായിക്കണമെന്ന ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നത് കണ്ട് അതിൽ മനസ്സലിഞ്ഞ് നമ്മളെ സഹായിക്കാൻ വന്ന ഒരാളാണ്, അയാളുടെ ഡ്യൂട്ടി അല്ല അത്. എന്നിട്ടും അയാളുടെ വലിയ മനസ്സ് കാരണം സഹായിക്കാൻ വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അയാൾ ചോദിച്ചത് കൻ ഐ ഹെൽപ്പ് യു സർ എന്നാണ്. അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടിയാണ്, അയാൾ ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അയാൾ അത് ചോദിച്ചേനെ മേ ഐ ഹെൽപ്പ് യു സർ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അതാണ് കാനും മേയും തമ്മിലുള്ള ഈ പെർമിഷൻ ചോദിക്കുന്നതിലും കൊടുക്കുന്നതിലും ഉള്ള വ്യത്യാസം. അതാണ്. മൈറ്റ് ആണെങ്കിലോ, മൈറ്റ് ഒരു പാസ്റ്റിൽ നടക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ പാസ്റ്റിൽ ഉള്ളൊരു സംഭവത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കാം എന്നൊരു പോസിബിലിറ്റി, പാസ്റ്റിലുള്ള ആക്ഷന്റെ ഒരു പോസിബിലിറ്റിയെ നമ്മൾ സൂചിപ്പിക്കുമ്പോഴും മൈറ്റ് ഉപയോഗിക്കുന്നു. ഷീ മൈറ്റ് ഹാവ് ഫോർഗോട്ടൺ ഹെർ ഹോംവർക്ക്, പുവർ ഗേൾ, പാവം, അവൾ ഒരു പക്ഷെ മറന്നിരിക്കാം, മറന്നുപോയാനാണ് സാധ്യത, മറന്നുപോയിരിക്കാനാണ് സാധ്യത എന്ന് നമ്മൾ പുവർ ഗേൾ, പാവം എന്ന അർത്ഥത്തിൽ അതിനുള്ള സാധ്യത, പാസ്റ്റിലെ കാര്യമാണ്, പാസ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്താൻ വേണ്ടി നമ്മൾ മൈറ്റ് എന്ന് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, മേ എന്നുള്ളത് ഒരു സജഷനായിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹമായിട്ട്, നമ്മുടെ ഒരു വിഷായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയെന്നാണ്. മേ യുവർ ഹാർഡ് വർക്ക് സക്സീഡ്, നിങ്ങളുടെ ഹാർഡ് വർക്ക് വിജയത്തിലെത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിഷ് ചെയ്യുന്ന സമയത്ത് മേ എന്ന് ഉപയോഗിക്കുന്നു. മേ യുവർ ഹാർഡ് വർക്ക് സക്സീഡ്. മേ എപ്പോഴെങ്കിലും മൈറ്റ് ആയിട്ട് മാറ്റി നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കാറുണ്ട്, ഒരിക്കൽ മാത്രം. അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചാക്കി മാറ്റുമ്പോൾ നമ്മൾ മെയിൻ ക്ലോസ് ഹി സെഡ് എന്നുള്ള മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അതിന്റെ പ്രസന്റ് ഫോമിലുള്ള അല്ലെങ്കിൽ ടെല്ലിംഗ് പാർട്ട് പ്രസന്റ് ഫോമിലാണെങ്കിൽ ആ ടെല്ലിംഗ് പാർട്ടിലുള്ള പ്രസന്റ് ഫോമിലുള്ള എല്ലാ ഓക്സിലറി അല്ലെങ്കിൽ വെർബ് ഫോം പാസ്റ്റിലേക്ക് മാറ്റണം എന്നുള്ള റൂള് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് മേ മൈറ്റ് ആയിട്ട് മാറ്റും. അതിന് പ്രത്യേകിച്ചായിട്ടുള്ള ഒരു അർത്ഥവ്യത്യാസം അവിടെ വരുന്നില്ല. ഒരു എക്സാമ്പിൾ, ഹി സെഡ് ഇറ്റ് മേ വർക്ക് ഫോർ ദ മലയാളം സ്പീക്കേഴ്സ്. മലയാളം സംസാരിക്കുന്നവർക്ക് ഇത് ബാധകമായേക്കാം. ഇത് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലാക്കുമ്പോൾ ഹി സെഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് വർക്ക് ഫോർ ദ മലയാളം സ്പീക്കേഴ്സ്, ഇറ്റ് മൈറ്റ് വർക്ക് ഫോർ ദ മലയാളം സ്പീക്കേഴ്സ് എന്നുള്ള രൂപത്തിലാക്കും. ഈ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് നമ്മൾ മേ മാറ്റി
മൈറ്റ് ആക്കി ഉപയോഗിക്കുന്നത്. അല്ലാത്ത പക്ഷം മേ, മൈറ്റ് എന്നിവയ്ക്ക് പ്രത്യേകം തന്നെയുള്ള മോഡ്സ്, ഉപയോഗ രീതി തന്നെയാണ് ഉള്ളത്. ഇനി ഇതിലെന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമന്റിൽ തരിക. ഞാനത് സർവാത്മന സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അവ അടുത്ത എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം. ഇന്നത്തേക്ക് വിടാം. നന്ദി, നമസ്കാരം.